ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ആലുവ UC കോളേജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എറണാകുളം ജില്ലയിൽ ആലുവ UC കോളേജ്. ഇവിടെ വന്നത് അസറുദ്ദീനെ കാണാനാണ്. അസറുദ്ദീനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. അസറുദ്ദീൻ ഉസ്താദാണ്. അസറുദ്ദീൻ്റെ വലത് കൈക്കും വലത് കാലിനൊരു ബലക്കുറവാണ്. കാലിന് ഒരു ചെറിയൊരു ഉയരം കുറവാണ്. നടക്കുന്നതിനൊന്നും പ്രശ്നമില്ല. വലത് കൈക്കും ചെറിയൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇതാ ഇതിലെ പാടങ്ങളും ഒക്കെ ആയിട്ടുള്ള അതിൻ്റെ അടുത്താണ് ഇവരുടെ വീട് എന്ന് പറയുന്നത്. ആലുവ UC കോളേജ് കേട്ടോ. ഓക്കെ, വീട്ടിലേക്കുള്ള വഴിയാണ് നിങ്ങളാ കാണുന്ന ബൈക്ക് വരുന്നൊരു വഴിയാണ്. നമുക്ക് അവരെ വീടും അവരെയൊക്കെ പരിചയപ്പെടാം. വാ, ഈ കാണുന്നതാണ് അസറുദ്ദീൻ്റെ വീട് കേട്ടോ. ഇതാണ് വീട്. ഫുൾ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. ഈ വരുന്നതാണ് കേട്ടോ അസറുദ്ദീന്. നടക്കാൻ അങ്ങനെ വലിയ വിഷയമല്ല, പക്ഷേ ഒരു കാലിന് ചെറിയൊരു ഉയരക്കുറവിൻ്റെ ഒരു വിഷയമാണ്. അസറുദ്ദീൻ എന്തെല്ലാം വിശേഷമാണ്? സംസാരിക്കുമ്പോൾ ചെറിയൊരു രീതിയിലുള്ളൊരു കൊഞ്ഞപ്പുണ്ട് അല്ലേ? നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ വ്യക്തമായിട്ട് കേട്ടാൽ ചെറിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉള്ളിലേക്ക് നമുക്ക് അവിടെ ഇരിക്കാം. ഇത് അസറുദ്ദീൻ്റെ ഉപ്പയാണ്. ഉപ്പാൻ്റെ പേരെന്താ? എൻ്റെ പേര് മുഹമ്മദ്. മുഹമ്മദ് അല്ലേ? ആ, ഇക്കടിയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ആലുവയിൽ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യാണ്. ആലുവയിൽ ഷോപ്പിൽ അല്ലേ? ആ, ബേക്കറി. അളിയനും ഞാൻ വീട്ടിലുള്ള കറിയാണ്. ആ, അളിയനും ആയിട്ടുള്ള അല്ലേ? അത് ശരി. അപ്പോൾ അസറുദ്ദീനെ മദ്രസ പഠിപ്പിക്കാറുണ്ടോ? പള്ളിത്തിൽ മാസം ബാങ്കും പള്ളിയിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പള്ളിയിൽ തന്നെ അല്ലേ? ഏത് പള്ളിയിലാണ് ഉണ്ടാവല്? ആലുവയാ? ആലുവ ചായക്ക പള്ളി. നിങ്ങൾക്ക് എത്ര മക്കളപ്പാ? എനിക്ക് 2 പേര്. ആ, ഇത് രണ്ടാമത്തെ ആളാണ്. മൂത്താൾ കല്യാണം കഴിച്ച് ഒരു കൊച്ചായി 3 വയസ്സായി കൊച്ചിന്. 2 ആൺകുട്ടികൾ അല്ലേ? അവർ എറണാകുളത്താണ് അല്ലേ? അസറുദ്ദീൻ്റെ കല്യാണമാണ് നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തേണ്ടത്. അസറുദ്ദീന് എത്ര വയസ്സായേ? 29 അല്ലേ? ആ, എത്ര വരെയാണ് പഠിച്ചത്? +2 അല്ലേ? എക്സാം സ്ക്രൈബ് ചെയ്തതായിരിക്കും അല്ലേ? അതെ. അപ്പോൾ ഈ കൈയിൻ്റെയും കാലിൻ്റെതും പിന്നെ സംസാരിക്കാനുള്ള ഈ ബുദ്ധിമുട്ട് അല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നം? ഈ 3 വിഷയം ചെറിയ വിഷയം മാത്രമേ ഉള്ളൂ. വേറെ ടാബ്ലറ്റോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയൊക്കെ ഓടിക്കാറുണ്ടോ? മൂന്നിലുള്ള വണ്ടിയുണ്ട്, ഓടിക്കാറുണ്ട്. എല്ലാ സ്ഥലത്തും ആളെത്തും. എല്ലാ കാര്യങ്ങളുള്ളതാണ്. ഈ വലത് കൈക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്? ഇവിടെ ഒരു ബലം കിട്ടില്ല. അവിടെ ഒരു ബലം കിട്ടാത്തല്ലേ? അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല അല്ലേ? കൈ കൊണ്ട് വെയിറ്റ് എടുക്കാനൊന്നും പറ്റൂല അല്ലേ? മറ്റേ കൈക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ? ആ കൈ കൊണ്ട് എല്ലാ പ്രവർത്തനവും എല്ലാ കാര്യങ്ങളും എല്ലാം. എന്നാലും ഇത് കുഴപ്പമില്ല, പിടിക്കും. അധികം ഒരു വില കൊടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. ഒരുപാട് നേരം നടക്കുന്ന നേരം പ്രശ്നം ബുദ്ധിമുട്ടും കാര്യമൊന്നും ഇല്ലല്ലോ അസറുദ്ദീന്? പോയിട്ടാണ് നടന്നു വരും. നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരം പ്രശ്നം എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ സ്വദേശം പാലക്കാടാണ്. ഞാനിവിടെ 35 വർഷമായി. ഫാമിലി എല്ലാ വഴി ഉണ്ട്. ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. വീട് സ്ഥലമൊക്കെ വാങ്ങിച്ച് താമസിക്കുന്നുണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ. നമ്മുടെ ഫാമിലികളുടെ ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. അത് ശരി. അപ്പോൾ നമുക്ക് പാലക്കാട് നിന്നുള്ള ആലോചന സ്വീകരിക്കാം അല്ലേ? ദൂരം വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ? മലപ്പുറത്ത് 3-5 കേസ് എൻ്റെ അടുത്ത് വന്നു. പിന്നെ അത് ഒഴിവ് പറഞ്ഞതാണ്. ദൂരമായിട്ട് ഒറ്റയ്ക്ക് പോകാനൊക്കെ ഈ ട്രെയിനിനൊക്കെ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളൊരു എല്ലാ മലപ്പുറം എല്ലായിടും പോവാള്. അവിടെയൊക്കെ പുള്ളിൻ്റെ വേണ്ടപ്പെട്ട പരിചയക്കാരൊക്കെ ഉണ്ട്, മനസ്സ് മക്കളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. അതെ. അപ്പോൾ മലപ്പുറത്തുനിന്ന് അത്ര ദൂരം നമുക്ക് വേണ്ടാന്നാണ് അല്ലേ? ഏതൊക്കെ ജില്ല നമുക്ക് പറ്റുമോ? പാലക്കാട് നമുക്ക് ഇവിടെ ഇങ്ങനെ മൊത്തം പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം അല്ലേ? ഈ 3 ജില്ല അല്ലേ? പാലക്കാട്, തൃശ്ശൂർ, എറണാകുളമൊക്കെ നമുക്ക് നോക്കാം. നമ്മളങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അസറുദ്ദീന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ഒരുപാട് ദൂരം, അതായത് ഈ ജില്ലയിലൊന്നും ഒരു പ്രശ്നമല്ല, മറ്റുള്ള ജില്ലയിലൊക്കെ പോകാൻ ചിലപ്പോൾ പെട്ടെന്നായിരുന്നു വരില്ല. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അതിനൊക്കെ സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് നോക്കുകയും ചെയ്യാം അല്ലേ? അതെ. ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? നമുക്ക് നമ്മുടെ മാനം ചെറിയ ബുദ്ധിമുട്ടുണ്ടല്ലോ. അതെ. അതിനൊന്നും വലിയ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതെ. അപ്പോൾ കുടുംബത്തേക്ക് നമ്മളെ മോനെ കൊണ്ട് നടക്കാൻ പറ്റിയ കൊച്ച്, അതെ, നമ്മുടെ കുടുംബത്തേക്ക് പറ്റിയ കുട്ടി. നമുക്ക് ദീന ഇല്ലെങ്കിലും വരുന്ന കൊച്ചാൽ പാടില്ലല്ലോ. അത് ദീനായിട്ടൊരു കൊച്ച് എന്നൊക്കെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ. അതെ.
പിന്നെ നോക്കാനും ഇതൊക്കെ വേണമല്ലോ. അതെ 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 തീർച്ചയായും. അപ്പോൾ ദീനിയായിട്ടുള്ള നല്ല അവനെ മനസ്സിലാക്കുന്ന നല്ലൊരാളെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അസ്രുദ്ദീൻ എന്താ പറയാനുള്ളത്? എങ്ങനെയുള്ള പെൺകുട്ടീനെ വേണ്ടേ? ദീന് വേണം, അച്ഛനെ നിൽക്കണം, അള്ളാഹുവിനെ പേര്, പിന്നെ നമ്മുടെ വീട്ടിൽ അതിനോട് ജീവിക്കണം, ഉമ്മാനും പാപ്പാനെയും നമ്മളെയും നോക്കാൻ കുത്തി വേണം. അതെ, അത്രയേ ഉള്ളൂ. അതാണ് അസ്രുദ്ദീൻ്റെ മനസ്സിലുള്ളത്. അവനെല്ലാം കാര്യങ്ങളും തുറന്ന് പറഞ്ഞിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരാൾ വരട്ടെ. പിന്നെ പല ആൾക്കാരും പല സ്ഥലത്തുനിന്ന് വിളിക്കുമോ, നല്ലപോലെ അന്വേഷിച്ചിട്ട് ചെയ്യണം. കല്യാണ ശേഷമുള്ളൊരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ പല ഫ്രോഡുകളും ഒക്കെ വിളിക്കുമോ, അപ്പോൾ എല്ലാം ശ്രദ്ധിക്കുക കേട്ടോ. പെണ്ണിൻ്റെ വീട്ടുകാരെ വിളിച്ച് അന്വേഷിച്ച് ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഉപ്പാക്ക് വേറെ എന്താ പറയാനുണ്ടോ? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇൻഷാല്ലാ. അതെ, നമുക്കിങ്ങനെ ഒരു കൊച്ച്, നമുക്ക് മോനെ കൊണ്ട് നടക്കാൻ പറ്റിയ കൊച്ചായിരിക്കണം, നമ്മുടെ കുടുംബത്തിലേക്ക് പറ്റിയ കുട്ടി. ഇതൊക്കെ നമുക്ക് ഒരു മനസ്സിലുള്ള ആഗ്രഹങ്ങൾ. അതെ, കുറേ സ്വത്തും പറഞ്ഞ് നമുക്ക് അതിലൊന്നും ഇതില്ല. നമുക്ക് പറ്റിയ കുട്ടി, നമ്മുടെ കുടുംബത്തിലേക്ക് പറ്റിയ കുട്ടി, അതെ, അതാണ് നമുക്ക് ആവശ്യം. അത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാ. അപ്പോൾ നല്ലൊരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ വരട്ടെ. അപ്പോൾ അസ്രുദ്ദീനെ വേറൊന്നും പറയാനില്ലല്ലോ. അതെ അതെ അതെ, ഇൻഷാ അല്ലാ, ആയിക്കോട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പോൾ അവനങ്ങനെ പറയത്തക്ക വിധത്തിലുള്ള ഒരു വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും അല്ല. അവനിക്ക് നടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, നടന്ന എല്ലായിടത്തിലും പോവും. പിന്നെ വലത് കൈയുണ്ടല്ലോ, കൈയിൻ്റെ ഈ ഒരു ഇവിടെയാണ് ഒരു പവർ കിട്ടാത്തത്. അപ്പോൾ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുക്കാനോ കാര്യത്തിന് അതിനൊന്നും അവനാവില്ല. ജോലി എന്ന് പറഞ്ഞാലൊരു പള്ളിയിലെ ഒരു സാധാ ഒരു ജോലിയാണ്. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവരായിരിക്കണം. അതായത് ഇവരൊരു സാധാരണ ഫാമിലി കാര്യങ്ങളൊക്കെ ആണ്. ഇപ്പോൾ പള്ളിയിലെ കാര്യങ്ങളും അങ്ങനെ ആയിട്ട് പോകുന്നൊരു ഫാമിലിയാണ്. അവൻ്റെ ഒരു ജോലി അങ്ങനെയാണ്. ഉപ്പ ബേക്കറിയിൽ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഫാമിലിയാണ്. അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുള്ള മക്കളായാലും നമുക്ക് കുഴപ്പമില്ല. പിന്നെ നല്ലൊരു ആലോചന വരട്ടെ അല്ലേ. ചെറിയ ബുദ്ധിമുട്ടുള്ളതോ ഒന്നും ആരും കുഴപ്പമില്ല. ദൂരത്തിൻ്റെ കോല് പറഞ്ഞെങ്കിലും അതൊക്കെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടല്ല അതൊന്നും കുഴപ്പമില്ല. അതിനേക്കാട്ടെല്ലാം ഏറ്റവും വലുത് നല്ല മനസ്സുള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം അതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യട്ടോ. ഓക്കെ.